ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം SIT നടൻ ജയറാമിന്റെ മൊഴിയെടുത്തിരിക്കുകയാണ്. ചെന്നൈയിലെ വീട്ടിൽ വെച്ചായിരുന്നു മൊഴിയെടുത്തത്. ശബരിമലയിൽ വെച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം തുടങ്ങിയതെന്നും പോറ്റി വീട്ടിൽ പൂജകൾക്കായി എത്തിയിട്ടുണ്ടെന്നുമാണ് ജയറാം ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. സിനിമയും ചെണ്ടയും ആനയും ഒക്കെയായി നടന്ന മലയാളികളുടെ ജനപ്രിയ നായകൻ കൂടിയായ ജയറാമിനെ ശരിക്കും പോറ്റി പറ്റിച്ചതാണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ജയറാമിനെ മുൻനിർത്തിയുള്ള പോറ്റിയുടെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു എന്നതും ഇക്കാര്യത്തിൽ ഒരു ചോദ്യവും സംശയവും ഒക്കെയായി ഉയരുന്നുണ്ട്. എന്തായാലും ജയറാമിന്റെ മൊഴിയടക്കം ഈ കാര്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ജയറാമിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി കൂടുതലായി പ്രതികരിക്കാനുണ്ട്. ജയറാം എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ ജയറാമിന്റെ പങ്കിനെ ഏത് രീതിയിലാണ് ജനങ്ങൾ ഇക്കാര്യത്തിൽ നോക്കിക്കാണുന്നത് എന്നുള്ളത് പത്തനംതിട്ടയിലുള്ള ജനങ്ങളോട് തന്നെയാണ് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നത്. ശ്രീരാജാണ് അവരോട് ചോദിച്ചത്. എന്താണ് അവർക്ക് ഇക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് എന്ന് നോക്കാം. രാഷ്ട്രീയക്കാരെയും ദേവസ്വം ബോർഡ് അംഗങ്ങളെയും കഴിഞ്ഞ് അന്വേഷണം ചലച്ചിത്ര താരങ്ങളിലേക്ക് എത്തി നിൽക്കുന്നു. ജയറാമിനെ പോറ്റി പറ്റിച്ചതോ? ഇതെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടു നോക്കാം. ജയറാമിനെ പോറ്റി പറ്റിച്ചതാകാൻ സാധ്യതയുണ്ട്. കാരണം ജയറാം ഈശ്വര വിശ്വാസിയാണ്. വഴിവിട്ടുള്ള യാത്ര ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. ജയറാം പറ്റിക്കത്തില്ല ഒരിക്കലും. അതാ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരിക്കും അതിൻ്റെ കാരണക്കാരൻ. ജയറാം അങ്ങനെ പറ്റിക്കുന്ന ആളല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല. നല്ലൊരു നടനാണ്. അപ്പം എന്തെങ്കിലും വിശേഷപ്പെട്ട കാര്യത്തിനല്ല വന്ന കൂട്ടത്തിൽ ഒന്ന് ചെറിയ ഫോട്ടോ എടുത്താവാനുള്ള ചാൻസ് ഉള്ളൂ. ഇപ്പോൾ ഹിന്ദുക്കളുടെ വീട്ടിൽ പൂജ ചെയ്യാനും കാര്യങ്ങളും പോറ്റിയല്ല, ഇത് പുള്ളിയല്ല വേറെ ആരെല്ലാം വരാറുണ്ട്, പൂജാകർമ്മങ്ങൾ ചെയ്യാറുമുണ്ട്. എന്ന് വെച്ചാൽ ജയറാമിനകത്ത് പങ്കാളിയാവണമെന്ന് പറയാൻ പറ്റുമോ? അതൊരു തെറ്റായ കാര്യമില്ല. ജയറാം പറ്റിക്കുമല്ലോ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ സെലിബ്രിറ്റി എന്നുള്ള നിലയിൽ അദ്ദേഹം അതിനെ സ്വീകരിച്ചിട്ടുണ്ടാവാം. അതിനകത്ത് എന്ത് സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുള്ളതായിട്ട് നമുക്കറിയില്ലല്ലോ. നമുക്കതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ അറിയില്ല കേട്ടോ. പറയാൻ പറ്റത്തുമില്ല ഈ സാഹചര്യത്തിൽ, കോടതിയുടെ പരിഗണനയിലല്ലേ. ജയറാമിന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകണമെന്നില്ല. ഒരു ഭക്തനെന്ന നിലയിൽ ഇത്രയും അടുത്ത് വളരെ ഭക്തിയോട് കാണുന്ന ചില കാര്യങ്ങൾ അടുത്ത് കിട്ടുമ്പോൾ അതിനെ ഒന്ന് പൂജിക്കാൻ, അതിനെ ഒന്ന് നമസ്കരിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ അതിനെ അവർ വളരെ സന്തോഷത്തോടെ കാണുന്നു. ഈ സഹായം ചെയ്തവർക്ക് അവരെന്ത് കൊടുക്കാനും തയ്യാറാണ്. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഒരു പക്ഷേ അതിനകത്തൊരു ബിസിനസ് ചിന്തയോ അല്ലെങ്കിൽ ലാഭേച്ഛയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാഗത്തൊരു വലിയ കുറ്റം തന്നെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. ജയറാമിൻ്റെ രീതി അനുസരിച്ച് നോക്കുമ്പോൾ അയാളെ പറ്റിച്ചതാണ്. പറ്റിക്കുന്നതിനും പറ്റിക്കപ്പെടുന്നതിനും വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലെന്നാണ് പറയാറ്. ജനങ്ങൾക്ക് പറയാനുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിനെ പറ്റിച്ചതാകാമെന്നാണ്. മറ്റു ചിലർ പറയുന്നു എല്ലാം അന്വേഷണത്തിൻ്റെ ഒടുവിൽ തിരിച്ചറിയുമെന്നും. അഫ്സൽ രാജിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം.